കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യദിനമായി പാകിസ്ഥാൻ ആഘോഷിക്കുന്നത്. ഈ ദിവസം ഇന്ത്യ വിഭജന ഭീതി ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഭജന ഭീതി ദിനം ആഘോഷിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് വിഭജന ഭീതി ദിനം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അന്ന് വിഭജനം നടന്നപ്പോൾ ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ചെയ്ത ആ ചരിത്രം എന്തിനാണ് കുത്തി നോവിക്കുന്നത്? അത് വീണ്ടും ആ ഒരു പുണ്ണിൽ ആ ഒരു മുറിവിൽ ഉപ്പ് തേക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതേസമയം സംഘപരിവാർ ഇതിനെ തിരിച്ചു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്ത് കലാപവും നിങ്ങൾ എന്തിനാണ് ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് മറ്റ് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്? ബാബറി മസ്ജിദ് തകർത്ത സംഭവം ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ സംഘപരിവാർ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. എന്തായാലും കറാച്ചിയിലെ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനം അതൊരു ദുഃഖകരമായിട്ടുള്ള സ്വാതന്ത്ര്യ ദിനമായി പരിണമിച്ചു. അവിടെ ഒരു വെടിവെയ്പ്പ് നടന്നിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. 3 പേരാണ് ഈ വെടിവെയ്പ്പിൽ മരിച്ചത്. 60-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രക്തരൂക്ഷിതമായി ഈ സ്വാതന്ത്ര്യദിനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജിയോ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയെന്ന ഒരു കൂട്ടം ആളുകൾ വെടിവെച്ചതിനെ തുടർന്ന് 3 പേർ കൊല്ലപ്പെടുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട 3 പേരിൽ ഒരു വൃദ്ധനും 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. പരിക്കേറ്റ 60-ലധികം പേരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ പറയുന്നു. പാലസ്തീനിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ വലിയ നിലവിളിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ സ്വന്തം ആൾക്കാർ സ്വന്തം സ്ത്രീകളെയും കുട്ടികളെയും വെടിവെച്ച് കൊല്ലുമ്പോൾ ഇവിടെ യാതൊരുവിധ പ്രതിഷേധവുമില്ല, ഒരു മെഴുകുതിരി കത്തിക്കലില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അതായത് പാലസ്തീനിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളെ കുട്ടികളെക്കാളും ഇസ്ലാമിക ഭീകരത കൊടികുത്തി വാഴുന്ന പല രാജ്യങ്ങളിലും, സിറിയ, യമൻ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ന്യൂനപക്ഷങ്ങളും പീഡനത്തിനിരയാകുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളെ കൊന്നാൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളൊരു ലൈനാണ് ഇവിടെയുള്ള കേരളത്തിലെ പ്രോ ഇസ്ലാമിക് മാധ്യമങ്ങളെല്ലാം തന്നെ എടുക്കുന്നത്. അവർക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഈത്തപ്പഴവും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. എന്തായാലും പാകിസ്ഥാനിൽ ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യദിനം വളരെ ആഡംബരത്തോടെയും പ്രകടനത്തോടെയുമാണ് ആഘോഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെടിവയ്പ് സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജീവഹാനിയിലേക്ക് നയിക്കുന്നു. റോഡുകളിലും ആകാശത്തേക്കുള്ള വെടിവയ്പും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുരക്ഷാ സേന അത്തരം വെടിവയ്പ് നടത്തരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അവരിൽ നിന്നൊന്നും കേൾക്കുന്നില്ല. തൽഫലമായി ഇത്തരം ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. 1620 പ്യൂരിറ്റൻ കപ്പലുകൾ ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ട അമേരിക്കയുടെ കിഴക്കൻ തീരത്തെത്തിയ ഉടൻ തന്നെ അമേരിക്കയിൽ തോക്ക് സംസ്കാരം ആരംഭിച്ചുവെന്ന് ചില വിശകലന വിദഗ്ധർ പറയുന്നു. എന്നാൽ ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ 13-ാം നൂറ്റാണ്ടിൽ തോക്കുകൾ കണ്ടുപിടിച്ചത് മുതൽ തോക്ക് സംസ്കാരം നിലവിലുണ്ട്. 2 തോക്ക് സംസ്കാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം അമേരിക്കയിൽ മാസത്തിൽ 1-2 തവണ വെടിവെയ്പ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും ഇതൊരു നിത്യ സംഭവമാണ്. ആ സംസ്കാരം പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളിലും ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വലിയൊരു ഭീകരാക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ അവിടെയുള്ള പോലീസുകാർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് അവിടെയുള്ള ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഭീകരവാദി ആക്രമണത്തിൽ അവിടെ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പെഷാവാറിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഹാരൻ ഖേൽ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ അസ്വസ്ഥമായ പ്രവിശ്യയിൽ 55,000 പേരാണ് കുടിയിറക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിലെ വരണ്ട മണലുകളും കുന്നുകളും നിറഞ്ഞ ബലൂചിസ്ഥാനിലെ അതായത് കിർത്തൻ പർവ്വതനിലകളിൽ സ്ഥിതി ചെയ്യുന്ന ഖൈബർ പഖ്തൂൺഖ്വയിലോ വരണ്ട മണലുകളും കുന്നുകളും നിറഞ്ഞ ബലൂചിസ്ഥാനിലോ ഒരു സർക്കാരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഫലങ്ങൾ സിന്ധിലേക്കും വ്യാപിച്ചു. കറാച്ചിയിൽ സ്വാതന്ത്ര്യദിനത്തിന് ഇടയുണ്ടായിരുന്ന വെടിവെയ്പ്പിനിടയിലാണ് ഖൈബർ പഖ്തൂൺഖ്വയിലും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.